ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോസ് ഇടാറുണ്ടല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ പള്ളി കിട്ടിയിട്ടൊക്കെ റെഡി ആവുകയാണേ. അപ്പോൾ പള്ളിയിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കൃപാസനം പള്ളിയിലാണ്. കൃപാസനത്തിൻ്റെ അടുത്താണ് എൻ്റെ വീടെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃപാസനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പണ്ട് താമസിച്ചിരുന്നത്. ഈ സ്പോട്ടിലാണ് പണ്ടത്തെ കൃപാസനം മാതാവിനെ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് വരുന്ന സമയത്തൊക്കെ കൃപാസനം എന്ന് പറയുമ്പോൾ ഒരു ചാപ്പലും ഒരു പുറകിൽ കുഞ്ഞു പള്ളിയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൃപാസനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേരളത്തിൽ അറിയാൻ പറ്റും, നല്ല തിരക്കുള്ളൊരു വലിയ പള്ളിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിട്ട് നേരെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നിറച്ച ആളുകളുടെ പ്രാർത്ഥനയോടെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് എന്തോ ഒരു ജപമാല റാലിയൊക്കെ അവിടെ ഒരു വിശേഷ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾ കൂടുതലുണ്ടായിരുന്നേ. അപ്പം നമ്മൾ മാതാവിനെ തൊഴാൻ വേണ്ടി വന്നപ്പം ആളായതുകൊണ്ട് ആളൊഴിയാൻ വേണ്ടി നോക്കി നിന്നിട്ട് സമാധാനത്തോടെ ഞാൻ മാതാവിനെ തൊട്ട് തൊഴുതേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയുടെ അകത്തോട്ട് പോവുകയാണ്. പണ്ട് ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മാതാവായിട്ടൊരു നല്ലൊരു റിലേഷൻ ഉണ്ട് കേട്ടോ ഞാൻ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ മാതാവിനെയാണ് ഈ സുനാമി വന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വിശ്വസിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ഒരു മാതാവിനെയാണ് കേട്ടോ നമ്മൾ പണ്ട് വന്ന് തൊഴുതുകൊണ്ടിരുന്ന എൻ്റെ സ്വന്തം മാതാവ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഈ ഒരു കടയുടെ ആംബിയൻസ് കണ്ടിട്ട് അവിടെ കയറി ഒരു കോഫി കുടിക്കാൻ നോക്കത്തെ. ശരിക്കും റിലാക്സ് ആവാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകും. കൂടാതെ ഒരു കോഫിയോ ചായയോ കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഫുൾ സെറ്റാവുക. അങ്ങനെ നമ്മൾ കയറി കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ആ കൂട്ടത്തിൽ 2 എരിവുള്ള ബിസ്ക്കറ്റും കൂടി വാങ്ങിയിരുന്നു കേട്ടോ, കുഞ്ഞിക്കടിയായിട്ട്. അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തിരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണേ.